വൈക്കം മുഹമ്മദ് ബഷീർ 1908 ജനുവരി 21 വൈക്കം താലൂക്കിൽ തലയോലപ്പറമ്പിൽ ജനിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്ന് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി കോഴിക്കോട്ട് നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കുകൊണ്ടു. അതിൻ്റെ പേരിൽ മർദ്ദനത്തിനിരയാവുകയും ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു. 10 വർഷത്തോളം ഇന്ത്യയൊട്ടാകെ സഞ്ചരിച്ചു. പിന്നീട് ആഫ്രിക്ക, അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിലും. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളെല്ലാം എഴുത്തിലൂടെ മലയാളികളെയും അനുഭവിപ്പിച്ചു. അതിലൊന്നാണ് ബാല്യകാലസഖി. ബാല്യകാലസഖി നോവൽ ഇവിടെ ആരംഭിക്കുകയാണ്. ബാല്യകാലം മുതൽക്കു തന്നെ സുഹ്റയും മജീദും സുഹൃത്തുക്കളായിരുന്നുവെങ്കിലും അവരുടെ സ്നേഹബന്ധത്തിലുണ്ടായ അസാധാരണമായ സംഗതി അവർ പരിചിതരാവുന്നതിനു മുമ്പേ ബദ്ധശത്രുക്കളായിരുന്നു എന്നതാണ്. എന്താണ് ശത്രുതയ്ക്ക് കാരണം? അവർ അയൽക്കാരാണ്. ആ 2 കുടുംബങ്ങളും സൗഹൃദത്തിൽ തന്നെ. എന്നാൽ സുഹ്റയും മജീദും ബദ്ധവൈരികളാണ്. സുഹ്റയ്ക്ക് 7ഉം മജീദിന് 9ഉമായിരുന്നു വയസ്സ്. അന്യോന്യം കോക്രി കാട്ടുകയും പേടിപ്പെടുത്താൻ ശ്രമിക്കലുമായിരുന്നു അവരുടെ പതിവ്. അങ്ങനെയിരിക്കെ മാമ്പഴത്തിൻ്റെ കാലം വന്നു. സുഹ്റയുടെ വീടിനടുത്തുള്ള തൈമാവിൽ മാങ്ങ പഴുത്തു വീണു തുടങ്ങി. ഒന്നും അവൾക്ക് കിട്ടിയിരുന്നില്ല. മാമ്പഴം വീഴുന്നതും കേട്ട് അവൾ ഓടിച്ചെല്ലുമ്പോൾ അത് മജീദ് എടുത്ത് കടിച്ചു തിന്നുന്നത് കാണും. അവൻ അവൾക്ക് കൊടുക്കുകയില്ല. കൊടുക്കാൻ ഭാവിച്ചാൽ തന്നെ കടിച്ചതിൻ്റെ ബാക്കിയായിരിക്കും. അതും അവൾ കൈനീട്ടിപ്പോയാൽ "നാ മുട്ട് കടിച്ചോ" എന്ന് പറഞ്ഞ് അവൻ കൈമുട്ട് അവളുടെ മുഖത്തേക്ക് നീട്ടിക്കൊടുക്കും. പിന്നെ കാണുമ്പോൾ അവൻ അവളെ ഭയപ്പെടുത്താൻ ശ്രമിക്കും. കണ്ണുരുട്ടിയും നാവ് നീട്ടിയും കാണിക്കും. അതിലൊന്നിലും സുഹ്റയ്ക്ക് പേടിയില്ല. അവളും പകരം കാണിക്കും. പക്ഷേ മാമ്പഴത്തിൻ്റെ കാര്യത്തിൽ മാത്രം സുഹ്റയ്ക്ക് തോൽവിയാണ്. എന്തുകൊണ്ടവൾക്ക് മാമ്പഴം കിട്ടുന്നില്ല? കാറ്റുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും സുഹ്റ ഉത്കണ്ഠയോടെ മാവിൻ ചുവട്ടിൽ നിൽക്കും. ഒന്നും വീഴില്ല. ഒരില പോലും വീഴില്ല. വളരെ പഴുത്ത മാങ്ങ കുലകുലയായി മാവിൽ കിടപ്പുണ്ടെന്ന് അവൾക്കറിയാം. വീഴുന്നില്ലെങ്കിൽ കയറി പറിക്കണം. പക്ഷേ മിശറ് വളരെയുണ്ട്. അത് കടിച്ചു കൊന്നു കളയും. കടിക്കുന്ന ആ വലിയ എറുമ്പുകൾ ഇല്ലെങ്കിൽ തന്നെ മാവിൽ കയറുക സുഹ്റയെക്കൊണ്ട് സാധിക്കുന്ന കാര്യമാണോ? പെണ്ണല്ലേ? വായിൽ വെള്ളം മൂറിച്ചുകൊണ്ട് ഒരു ദിവസം അവൾ അങ്ങനെ നിൽക്കുമ്പോൾ കൊമ്പുകളിൽ തട്ടിമുട്ടി "പ്ടോ" എന്നൊന്ന് വീണു. ഹൗ! സുഹ്റ ഓടിച്ചെന്നു. സന്തോഷത്തോടെ അത് കുനിഞ്ഞെടുക്കാൻ ഭാവിച്ചു. പക്ഷെ അവൾ നാണിച്ചുപോയി. അതൊരു വെള്ളയ്ക്കയായിരുന്നു. അവൾക്ക് പിണഞ്ഞ അമളി എല്ലാവരും കണ്ടു കാണുമോ? ഇല്ല. എന്നാലും മാവിൽ നിന്ന് വെള്ളയ്ക്ക വീഴുന്നതെങ്ങനെ? അവൾ തിക്കും പൊക്കും നോക്കി. കണ്ടു. അവൾക്ക് വിറഞ്ഞു. അവൻ, മജീദ്, വിജയഭാവത്തിൽ നിരർഥകമായൊരു ശബ്ദം പുറപ്പെടുവിച്ചു. "ജുഗു ജുഗു, ജുഗു ജുഗു" എന്നിട്ട് മാഞ്ചുവട്ടിലേക്ക് ചെന്നു. തന്നെയുമല്ല, കണ്ണുകൾ ഭയങ്കരമായി ഉരുട്ടി, നാവ് നീളുന്നതുവരെ നീട്ടി. ഉഗ്രരൂപം. അത് കണ്ടാൽ ആ ഗ്രാമത്തിലുള്ള പെമ്പിള്ളേരെല്ലാം പേടിച്ച് വിറച്ച് "എൻ്റുമ്മോ" എന്ന് നിലവിളിച്ചു കൊണ്ടോടും. വളരെ ഓടിയിട്ടുമുണ്ട്. പക്ഷേ സുഹ്റ ഓടുന്നില്ല. തന്നെയുമോ, തല ചെരിച്ച് നാവ് നീട്ടി കണ്ണുകൾ തുറച്ച് അവളും അങ്ങനെ നിൽക്കുകയാണ്. മജീദിന് ദേഷ്യം വന്നു. വലിയ ഒരു ആൺകുട്ടിയെ ഒരു കൊച്ചു പീക്കിരി പെണ്ണ് ഭയപ്പെടുത്താൻ ശ്രമിക്കുകയാണോ? അവൻ ഒന്നുകൂടി അടുത്തു. അവൻ്റെ കണ്ണുകൾ തുറിച്ചു. പുരുകങ്ങൾ വലിച്ചുയർത്തി. മൂക്കിൻ്റെ 2 ദ്വാരവും വിടർന്നു. മുഴക്കത്തോടെ "ഥൂ" എന്നൊരു ഭയങ്കര ശബ്ദമുണ്ടാക്കി. അവൾ പേടിച്ച് ഓടിയില്ല. പുരികക്കൊടികൾ ഉയർത്തി. കണ്ണുകൾ തുറിച്ച് മൂക്കും വിടർത്തി അവളും പറഞ്ഞു "ഥൂ". മജീദ് സ്തംഭിച്ചു നിന്നുപോയി. ഒരു നുറുങ്ങു പെണ്ണ്, വീട് തോറും നടന്ന് അടയ്ക്ക വാങ്ങി ചാക്കിൽ ചുമന്ന് കൊണ്ടുവന്ന് വിൽക്കുന്ന വെറുമൊരു അടയ്ക്ക കച്ചവടക്കാരൻ്റെ മകൾ. അവൾ എന്തുകൊണ്ട് പണക്കാരനായ തടിക്കച്ചവടക്കാരൻ്റെ മകനെ ഭയപ്പെടുന്നില്ല? പെണ്ണ് ഏത് നിലയിലും ആണിനെ പേടിക്കേണ്ടതല്ലേ? മജീദ് വളരെ അടുത്തു ചെന്നു. ഒരു നെല്ലിട അവൾ മാറിയില്ല. മജീദിൻ്റെ അഭിമാനം പുകഞ്ഞു. അവന് കലശലായ ദേഷ്യം വന്നു. "ഹമ്പടി, നിന്റെ പേരെന്താടി?" അവൻ അവളുടെ കൈത്തണ്ടയിൽ കടന്നു പിടിച്ച് സഗൗരവം ചോദിച്ചു. അറിയാനല്ല, അവനതറിയാം. എന്തെങ്കിലും ചോദിക്കണ്ടേ? ആണല്ലേ? അതൊക്കെ അപ്പോൾ തന്നെ അവളെ ഹിംസിച്ച് കളയും എന്ന മട്ടിലാണ്. അവളുടെ കുഞ്ഞു പല്ലുകളും പാര പോലുള്ള നഖങ്ങൾ പത്തും കുരുകുരുത്തു. ഒരു നിമിഷ നേരത്തേക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അവൾക്ക് നിശ്ചയമുണ്ടായില്ല. അവൻ്റെ കൈത്തണ്ട് കടിച്ചു പൊട്ടിക്കണമോ അതോ മുഖം മാന്തിക്കീറണമോ? "നിന്റെ പേരെന്താടീന്ന്" അവളുടെ ബാപ്പയോ ഉമ്മയോ ആരും അവളെ നീ എന്നോ എടി എന്നോ വിളിച്ചിട്ടില്ല. പിന്നെ കോക്രി കാട്ടുകയും മാമ്പഴം കൊടുക്കാതിരിക്കുകയും കൈമുട്ട് കടിക്കാൻ പറയുകയും ചെയ്യുന്ന ഈ വൃത്തികെട്ട ചെറുക്കൻ വിളിക്കാൻ കാരണം? അവൾ ദേഷ്യത്തോടെ മുമ്പോട്ടെടുത്തു. തീച്ചരവ കൊണ്ട് മാന്തേറ്റതുപോലെ മജീദ് പുളഞ്ഞു. "പിടിവിട്, എൻ്റുമ്മോ" എന്നലറി നിലവിളിച്ചു പോയി. അതവൻ പ്രതീക്ഷിച്ചിരുന്നില്ല. എങ്കിലും പകരം അവനും മാന്താൻ ഉദ്ദേശിച്ചു. പക്ഷെ നഖങ്ങളൊക്കെ അവൻ നേരത്തെ കടിച്ചു കളഞ്ഞു പോയിരുന്നു. പിന്നെയുള്ളത് ഇടിയോ കടിയോ ആണ്.
എന്നാൽ അവളും പകരം ചെയ്തേക്കുമോ എന്നൊരു തോന്നൽ. പെണ്ണേതായാലും മാന്തി. ഇനി അവൾ ഇടിച്ചു എന്ന് ലോകമറിഞ്ഞാൽ വലിയ കുറച്ചിലല്ലേ. അവൻ ഒന്നും ചെയ്തില്ല. തോറ്റ് ഇളിഭ്യനായി നിന്നു. സുഹ്റ അവനെ പല്ലിളിച്ച് കാണിച്ചു. മജീദ് അനങ്ങിയില്ല. അവൾ കോക്രി കാട്ടിക്കൊണ്ട് മജീദിനെ പരിഹസിച്ചു. എൻ്റെ ഉമ്മോ! അതിനും മജീദ് അനങ്ങിയില്ല. അവന് വന്നു ചേർന്ന അപമാനത്തെ മറിക്കുന്നതിന് ഉടനെ എന്തെങ്കിലും പറയണമെന്നും അതിൽ സുഹ്റ തോൽക്കുക കൂടി വേണമെന്നും അവൻ ഉദ്ദേശിച്ചു. ആണല്ലേ, എങ്കിലും എന്താ പറയുക? എന്തെങ്കിലും കട്ടിയുള്ളതായിരിക്കണം. പക്ഷെ ഒന്നും തോന്നിയില്ല. അവൻ പതറി നോക്കി. വാഴക്കൂട്ടങ്ങളുടെ ഇടയിലൂടെ വൈക്കോൽ മേഞ്ഞതും കളിമണ്ണ് പൂശിയതുമായ സുഹ്റയുടെ വീടും തെങ്ങുകൾക്കിടയിൽ ഓടിട്ടതും വെള്ള തേച്ചതുമായ മജീദിൻ്റെ വീടും കണ്ടപ്പോൾ അവനൊരു യുക്തി തോന്നി. സുഹ്റ നാണിച്ച് ചൂളിപ്പോകുന്ന വിധത്തിൽ അവൻ പറഞ്ഞു, എൻ്റെ വീട് ഓടിട്ടതാണല്ലോ, അതിലെന്താണ് ഇത്ര ദമ്പ് കാണിക്കാനുള്ളത്? അവളുടെ വീട് വൈക്കോൽ മേഞ്ഞതും കളിമണ്ണ് പൂശിയതുമാണ്. പക്ഷെ അതിൽ കുറച്ചിലായി എന്തുണ്ട്? അവൾ വീണ്ടും കോക്രി കാട്ടിക്കൊണ്ട് പരിഹസിച്ചു. എൻ്റെ ഉമ്മോ! അതിന് മജീദ് വേറൊന്നു പറഞ്ഞു. സുഹ്റയുടെ ബാപ്പ നിസാരക്കാരനായ അടയ്ക്ക കച്ചവടക്കാരനല്ലേ? മജീദിൻ്റെ ബാപ്പ വലിയ തടിക്കച്ചവടക്കാരനായ പണക്കാരൻ. അതിലും അപമാനകരമായി സുഹ്റ ഒന്നും കണ്ടില്ല. മജീദ് എന്ന് പറയുന്ന കൃമി തൻ്റെ അരികത്തുണ്ടെന്നുള്ള ഭാവം പോലും കാണിക്കാതെ സുഹ്റ മാവിൻ്റെ മുകളിലേക്ക് നോക്കി നിന്നു. മജീദിന് കരച്ചിലിൻ്റെ ലാഞ്ചനയുണ്ടായി. അപമാനം, പരാജയം ഒക്കെ കൂടി അവനെ വിഷമിപ്പിച്ചു. അവനൊരു കഴുതയെപ്പോലെ ബേ എന്ന് ഉറച്ച് കരയണമെന്ന് തോന്നി. കരഞ്ഞാൽ മനസ്സിന് സുഖം കിട്ടിയേനെ. പക്ഷെ അടുത്ത നിമിഷത്തിൽ അവനൊരു ഭൂതോദയമുണ്ടായി. മറ്റാരാലും കഴിയാത്ത അത്ഭുതകരമായൊരു പ്രവൃത്തി അവന് വശമുണ്ടെന്നും അതിൽ സുഹ്റയെ ഇതാ തോൽപ്പിച്ചിരിക്കുന്നു എന്നും ഭാവിച്ചുകൊണ്ട് ആകാശത്തോടും ഭൂമിയോടുമായിട്ട് അവനൊരു ഗംഭീര പ്രഖ്യാപനം ചെയ്തു. നിനക്ക് മാവേൽ കയറാൻ അറിയാലോ. സുഹ്റയുടെ കണ്ണുകൾ അനക്കമില്ലാതെ നിന്നുപോയി. മാവിൽ കയറാൻ അറിയുക, അത് വലിയൊരു അറിവല്ലേ? അവൾ പരിഭ്രമിച്ചു. അവൻ കയറുകയാണെങ്കിൽ മാമ്പഴം അവൾക്ക് കൊടുക്കുമോ? ഇല്ലെങ്കിൽ അവൾ നേരത്തെ അവകാശമുറപ്പിക്കാൻ തീർച്ചപ്പെടുത്തി. കൈയെത്തുന്നിടത്തുള്ള മുഴുത്ത 2 മാമ്പഴം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുഹ്റ ഗൗരവത്തോടെ പറഞ്ഞു, ചെറുക്ക, ആ മുഴുത്തത് 2ഉം 3ഉം കണ്ടത് ഞാനാ. മജീദ് മിണ്ടിയില്ല. എന്താണ് അവൻ മിണ്ടാത്തത്? എറുമ്പുകളെ കണ്ട് പേടിച്ചായിരിക്കുമോ? അവൾ പറഞ്ഞു. ഓ, മിഷർ കടിക്കുമല്ലേ? അവളുടെ സ്വരം, ഭാവം ഒന്നും മജീദിന് പിടിച്ചില്ല. അവൻ അരിശം വന്നു. മിഷറല്ല, കരിന്തേൾ പൊതിഞ്ഞിരിക്കുകയാണെങ്കിലും അവൻ കയറും. വലത് 2ഉം 3ഉം കണ്ടത് അവളല്ലേ? ഹമ്പടി! മജീദ് മുണ്ടും മടക്കി കുത്തി താറുപാച്ചി മാവിൽ വലിഞ്ഞു കയറി. നെഞ്ചിലെ തൊലി ഒരുപാട് ഉരഞ്ഞു പോയെങ്കിലും മിഷർ പൊതിഞ്ഞ് ദേഹമാകെ കടിച്ചുവെങ്കിലും സുഹ്റ കണ്ടുവച്ചിരിക്കുന്ന മാമ്പഴം 2ഉം പറിച്ചുകൊണ്ട് വിജയശ്രീ ലാളിതനായി അവൻ താഴെ ഇറങ്ങി. സുഹ്റ ഓടിച്ചെന്നു. കൊതി, പരിഭ്രമം. അവൾ കൈനീട്ടി. ഇങ്ങ് താ ചെറുക്ക, ഞാൻ കണ്ടുവച്ചിരുന്നതല്ലേ. മജീദ് മിണ്ടിയില്ല. കീറി 2ഉം വശത്തേക്ക് വലിച്ചുകൊണ്ട് ചുണ്ടുകോട്ടി അവൻ നിന്നു. ഇങ്ങ് താ ചെറുക്ക, ഞാൻ കണ്ടതല്ലേ. പരിഹാസത്തോടെ മജീദ് നോക്കി. ഉമ്മണി വലിയ കൊതിയുണ്ട് പെണ്ണിന്. അവൻ നടന്നു. എന്നിട്ട് മാമ്പഴങ്ങൾ മണപ്പിച്ചു. തന്നെത്താൻ അഭിപ്രായം പറഞ്ഞു. ഹമ്പട, നല്ല മണം. സുഹ്റയ്ക്ക് അരിശം വന്നു. അവൾ നിന്ന് പുകഞ്ഞു. അവളുടെ ഹൃദയം, ഓ! അവൾക്ക് കണ്ണീര് പൊട്ടി. അവൾ ഏങ്ങി ഏങ്ങി കരഞ്ഞു. അവന് തിരിച്ചു ചെന്ന് അവൻ്റെ പ്രാമാണ്യം സ്ഥാപിക്കാനുള്ള നല്ല അവസരം. അവൻ മാമ്പഴം വച്ചു നീട്ടി. കൊതിയുണ്ടെങ്കിലും അവൾ കൈ നീട്ടിയില്ല. മജീദ് മാമ്പഴം 2ഉം അവളുടെ മുമ്പിൽ വച്ചു കൊടുത്തു. അവൾ എടുത്തില്ല. അവൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇത്രയ്ക്ക് നല്ലവനോ? അവൾക്ക് വിശ്വാസം വരുന്നില്ല. കൈ 2ഉം അവൾ പിറകിൽ കെട്ടി കണ്ണീരൊഴുക്കിക്കൊണ്ട് അങ്ങനെ നിന്നു. മജീദ് സ്നേഹത്തോടെ സ്വാഭിമാനം പ്രസ്താവിച്ചു. വേണമെങ്കിൽ ഇനിയും ഞാൻ പറിച്ചു തരാം. സുഹ്റയുടെ ഹൃദയം അലിഞ്ഞുപോയി. അവൾക്ക് വേണമെങ്കിൽ ഇനിയും പറിച്ചു കൊടുക്കാമെന്ന്. ത്യാഗി, ധീരൻ, എത്ര നല്ല ചെറുക്കൻ. അവനെ മാന്തിയത് നന്നായോ? അവൾ വളരെ അടക്കമൊതുക്കത്തോടുകൂടി ത്യാഗസന്നദ്ധയായി. എന്നിട്ട് പതുക്കെ പറഞ്ഞു, എനിക്ക് ഒന്നു മതി. ആ നല്ലവനായ മഹാത്യാഗി നിസ്സംഗഭാവത്തിൽ പറഞ്ഞു, എല്ലാം എടുത്തോ പെണ്ണെ, എനിക്ക് ഒന്നു മതി. അവൾ ഒന്നെടുത്തു. മജീദിന് വച്ചു നീട്ടി. അവൻ വേണ്ടെന്ന് പറഞ്ഞു. അവൾ നിർബന്ധിച്ചു. മേടിച്ചില്ലെങ്കിൽ അവൾക്ക് കരച്ചിൽ വരുമെന്ന് പറഞ്ഞു. മജീദ് വാങ്ങി. മാമ്പഴം കടിച്ചു തിന്നു. ചാറു നെഞ്ചിൽ കൂടി ഒഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് മജീദിൻ്റെ പുറത്തും മറ്റും മിഷർ കടിച്ചിരിക്കുന്നത് സുഹ്റ കണ്ടത്. അവൾക്ക് സങ്കടം തോന്നി. അവൾ അവൻ്റെ ദേഹത്തോട് ചേർന്ന് നിന്ന് അതിനെയൊക്കെ പതുക്കെ നുള്ളിയെടുത്ത് കളഞ്ഞു. അവളുടെ നഖങ്ങൾ മജീദിൻ്റെ ദേഹം തൊട്ടപ്പോൾ അവന് വിഷമം തോന്നി. അന്ന് മജീദിനെ അവൾ വീണ്ടും മാന്തിയില്ലെങ്കിലും വളരെ കാലത്തേക്ക് മജീദിനെ മാന്തുകയും നുള്ളുകയും ചെയ്തിട്ടുണ്ട്. അവൾ മാന്തും എന്ന് പറയുമ്പോൾ മജീദ് ഭയപ്പെട്ടു വിറച്ചിരുന്നു. അവളുടെ ഏറ്റവും മൂർച്ചയുള്ള ആയുധമായ ആ നഖങ്ങളെ മജീദ് മുറിച്ച് കളഞ്ഞത് ഒരു സൂത്രം പ്രയോഗിച്ചാണ്. അവളുടെ അറിവും സമ്മതത്തോടും കൂടി തന്നെ.